നമ്മളോടൊപ്പം ഇപ്പോൾ ടി ഗോപിനാഥൻ ഓൾ കേരള ബസ് ഓപ്പറേറ്റഡ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോപിനാഥൻ, നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കുന്നു? ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? എത്രത്തോളം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രത്തോളം നഷ്ടം വിലയിരുത്താൻ സാധിച്ചിട്ടുണ്ട്? ഞങ്ങള് ഈ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിലാണ് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. ഞങ്ങള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പലതവണ കണ്ടിരുന്നു, മുഖ്യമന്ത്രി ഏകദേശം കണ്ടിരുന്നു, അതിന് മുമ്പ് കണ്ടിരുന്നു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കിയിട്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ 15-ാം തീയതി മുതൽ ഇന്നിപ്പോ തുടങ്ങിയപ്പോ 5-ാമത്തെ ദിവസമായി, 6-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. ഈ പ്രിയദർശിനി ബസ്സുകളിൽ സൗജന്യ യാത്ര ആരംഭിച്ചിട്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ റൂട്ടുകളിലും, പ്രത്യേകിച്ച് KSRTC കൂടുതൽ ഓടുന്ന എല്ലാ റൂട്ടുകളിലും വലിയ പ്രതിസന്ധിയാണ്. ഏതാണ്ട് 5000, 4000, 5000 രൂപയുടെ കുറവാണ് ഓരോ ബസ്സിലും ഈ പ്രധാനപ്പെട്ട റൂട്ടുകളിലെല്ലാം ഉള്ളത്. ഈ പ്രധാനപ്പെട്ട റൂട്ടുകളിലെന്ന് പറയുമ്പോൾ ഇവരൊക്കെ വലിയ ബസ്സുകൾ അടിക്കുന്നത് കൂടുതൽ ഡീസൽ അടിച്ച് ഓടുന്ന ബസ്സുകളാണ്. അവിടെ നിന്ന് യാത്രക്കാർ അകലുമ്പോൾ ഞങ്ങൾക്ക് സാധാരണയായിട്ട് ഡീസൽ അടിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ എന്റെ അന്വേഷണത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പ്രധാനപ്പെട്ട പല റൂട്ടുകളിലും KSRTCയുടെ ആധിക്യം, പ്രത്യേകിച്ച് ടൗൺ ടു ടൗൺ ഓർഡിനറിയൊക്കെ ഓടുന്ന റൂട്ടുകളിലെല്ലാം 4-5 ബസ്സുകൾ വെച്ച് ദിവസേന കയറ്റിയിടുക. അപ്പൊ പല റൂട്ടുകളിലും ബസ്സുകൾ കയറ്റിയിട്ട് കഴിഞ്ഞു. കാരണം ഡീസൽ അടിക്കാൻ പോലും പണം കിട്ടാത്ത ഒരു സാഹചര്യം വന്ന ബസ്സുകൾ ഓടിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ വലിയ ബുദ്ധിമുട്ടിലാണ് അത്തരം ബസ്സുകൾ. അത് മാത്രമല്ല, ചെറിയ ഭാഗികമായിട്ട് KSRTC ഉള്ള ബസ്സുകളിലാണെങ്കിൽ തന്നെയും ഒരു ബസ്സിന്റെ അരമണിക്കൂർ മുമ്പോ അരമണിക്കൂർ പിമ്പോ ഒരു KSRTC ഉണ്ടെങ്കിൽ പോലും ജനം KSRTC ബസ്സിനെ കാത്തു നിൽക്കുന്ന സ്ഥിതി നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബസ്സുകൾ കുറവുള്ള KSRTC കുറവുള്ള റൂട്ടുകളിലും ഞങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ഞങ്ങൾ കണ്ട മറ്റൊരു കാര്യം, ഈ പ്രധാനപ്പെട്ട ട്രങ്ക് റൂട്ടുകളിലൂടെ നിറയെ KSRTC ബസ്സുകളിൽ വന്ന് ഈ ഉള്ളേരിയയിലേക്ക് പോകുന്ന ആളുകൾ, സാധാരണ ഉള്ളിലേക്കൊക്കെ ബസ്സുകൾ ഓടുന്നതാണ്. ഞങ്ങൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന് ഉള്ളിലേക്ക് പോകുന്നവരാണ് ഞങ്ങള്. അവിടെ വരുമ്പോ ഈ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം ഈ ടൗൺ ടു ടൗൺ ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ ആൾക്കാർ കയറി ഈ ചെറിയ ചെറിയ ജംഗ്ഷനിലേക്ക് ഇറങ്ങി അവിടുന്ന് 2-3 ആളുകൾ ഓട്ടോറിക്ഷ പിടിച്ചു പോകുന്ന ഒരു കാഴ്ച കൂടി ഞങ്ങൾ കാണുക. അപ്പൊ ഞങ്ങൾക്ക് ഇത് KSRTC ബസ് ഇല്ലാത്ത റൂട്ടിലും ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇത് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഈ മലബാർ മേഖലയിൽ വലിയ പ്രതിസന്ധി നിലവിൽ ഓടുന്ന ബസ്സുകാർക്ക് ഉണ്ടാവില്ല എന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു 4-5 ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം തെക്കോട്ട് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മലബാറിലും അത് നല്ലോണം ബാധിച്ചു. സർവീസ് നടത്താൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പോ ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റായിരുന്നു. മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റിലായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് 50% നികുതി ഇളവ് പ്രഖ്യാപിച്ചു. ഒരു സർക്കാർ ഇത്രയധികം 10-12,000 വാഹനങ്ങളുടെ വലിയ ഭീമമായ തുക സർക്കാരിലേക്ക് ലഭിക്കുന്ന ഒരു വ്യവസായമാണ് ഈ സ്വകാര്യ ബസ് വ്യവസായം. സർക്കാരിന് വലിയ റവന്യൂ വരുമാനത്തിന് വലിയ അധികം കിട്ടുന്ന ഒരു വിഭാഗമാണ് ബസ് ഉടമകൾ. പക്ഷെ ഇത്രയും ആളുകൾക്ക് ഇത്രയും വലിയ വരുമാനത്തിന്റെ 50% സർക്കാർ ഒഴിവാക്കാൻ തീരുമാനിച്ചു. 50% ഒഴിവാക്കാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ് അവർ ഒഴിവാക്കിയിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ അവരെ ഒഴിവാക്കിയ 50% എന്നുള്ളൊരു കണക്ക്, ഫിഗർ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരു ബസ് ഉടമയ്ക്ക് നമ്മുടെ നാട്ടിൽ ഓടുന്ന സാധാരണ നിങ്ങൾ ഈ കാണിക്കുന്ന നീല ബസ്സുകളൊക്കെ ഈ റെഡ് ബസ്, ഈ പിങ്ക് ബസ് അല്ലാണ്ട് വന്ന നീല ബസ്സുകളൊക്കെ 38 സീറ്റിൽ ഓടുന്ന ബസ്സുകൾ, അതാണ് കൂടുതൽ ബസ്സുകൾ. ബാക്കിയൊക്കെ ഒരു 10-20% മറ്റേ വലിയ ബസ്സുകൾ ഉണ്ടാവുള്ളൂ. ബാക്കി മോർ ദാൻ 80% ബസ്സുകൾ ഈ 38 സീറ്റിൽ ഓടുന്ന ബസ്സുകളാണ്. 38 സീറ്റിൽ ഓടുന്ന ഒരു ബസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇപ്പോഴത്തെ വാഹന നികുതി 3 മാസത്തെ വാഹന നികുതി 19,170 രൂപയാണ്. അതായത് 3 മാസത്തേക്കാണ് ഞങ്ങൾ അടയ്ക്കുക. 90 ദിവസത്തേക്കാണ് ഞങ്ങളുടെ നികുതി കണക്ക് കൂട്ടുക. ഞങ്ങളുടെ നികുതി ഇപ്പൊ നിലവിൽ അടയ്ക്കേണ്ടത് 19,170 രൂപയാണ്. അതിന്റെ 50% വിട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 90 ദിവസത്തേക്ക് അതിന്റെ പകുതി പണം അടച്ചാൽ ഞങ്ങൾക്ക് 19,170 90 ദിവസത്തേക്ക് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് 213 രൂപയാണ് ഞങ്ങൾ നിലവിൽ അടയ്ക്കേണ്ടത്. അതിന്റെ പകുതിയാക്കിയെന്ന് പറഞ്ഞാൽ 106 രൂപ 50 പൈസയുടെ ഇളവ് ഒരു ബസ് ഉടമയ്ക്ക് ഒരു ദിവസം കിട്ടുന്ന ഒരു സ്ഥിതിയാണ് ഈ ടാക്സ് ഇളവ് കൊണ്ട്. ഞങ്ങൾ ഇതിനെ ചെറുതായിട്ട് കാണില്ല. മുഖ്യമന്ത്രി ഈ വ്യവസായത്തെ താങ്ങി നിർത്താൻ വേണ്ടി 50% നികുതി ഇളവ് പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനെ നിസ്സാരമായിട്ട് കാണില്ല. അത് അദ്ദേഹം ചെയ്ത വലിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നു. പക്ഷേ ഞങ്ങളുടെ വിഷയങ്ങൾ, ഞങ്ങൾക്ക് കഴിഞ്ഞ ഈ പശ്ചിമേഷ്യൻ യുദ്ധകാലത്ത് തന്നെ 7 രൂപ 96 പൈസ ഡീസലിന് വില വർധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ബസ് ചാർജ് വർധനവ് ശേഷം
ഈ സോഷ്യൽ സെക്യൂരിറ്റി സെസ് എന്ന പേരിൽ 2 രൂപ സെസ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ 10 രൂപ 1 ലിറ്റർ ഡീസലിൽ മാത്രം അധിക വർധനവ് ഉണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ 106 രൂപ 50 പൈസയുടെ കുറവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. കഴിഞ്ഞില്ല. ഇനിയിപ്പോ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രിയദർശിനി ബസ്സുകളോട് വന്നപ്പോൾ ഞങ്ങളുടെ വരുമാനത്തിലുണ്ടായ ശോഷണം, അതായത് 1000 മുതൽ 4000 5000 രൂപയിലധികം ഒരു ദിവസത്തെ കളക്ഷനിൽ കുറവ് വരുമ്പോ ഞങ്ങൾക്ക് ഈ ഇപ്പൊ സംസ്ഥാന സർക്കാർക്ക് പ്രഖ്യാപിച്ച ഇളവ് ഞങ്ങളുടെ ഈ സർവീസ് നടത്തിക്കൊണ്ടുപോകാൻ പര്യാപ്തമായ ഒരു ഇളവല്ല. അപ്പൊ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സംഘടനകളുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ വിഷയം ബസ്സുകൾ ഓടാൻ കഴിയാതെ ദിനം പ്രതി ഞങ്ങളുടെ ബസ്സുകൾ കയറ്റിയിടുന്ന സ്ഥിതി ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. ഈ 30-ാം തീയതി വരെ ഞങ്ങൾ നികുതി അടച്ചിട്ടുണ്ട്. ഈ 30-ാം തീയതി കഴിഞ്ഞാൽ ജൂലൈ 1 മുതൽ നികുതി അടയ്ക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ കണ്ട് ഞങ്ങളുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഞങ്ങൾ പുതിയ നടപടികളെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തുടർ നടപടികൾ എന്ത് വേണമെന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു സംശയം ചോദിക്കട്ടെ. അതായത് നമുക്കറിയാം ഈ പദ്ധതികളും വികസനങ്ങളും ഒക്കെ നാടിന് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രിയദർശിനി പദ്ധതി എന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവം തന്നെയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും തമിഴ്നാട് അടക്കമുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്തരം പദ്ധതികൾ വലിയ വിജയത്തോടെ നടത്തുന്നതുമാണ്. അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ നമുക്ക് ഗവൺമെന്റ് ഇപ്പോൾ ഇതുപോലൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റത്തുമില്ല. എന്നാൽ പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു ബുദ്ധിമുട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികളുടെയും ഉടമകളുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനും പറ്റത്തില്ല. എന്തൊക്കെ പരിഹാരങ്ങളാണ് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഈ ഒരു പ്രശ്നത്തിന് ഏതൊക്കെ തരത്തിൽ പരിഹാരങ്ങൾ കണ്ടെത്താനാണ് താങ്കളുടെ ഒരു നിർദ്ദേശം? അത് നമ്മുടെ ഒരു ജനാധിപത്യ സർക്കാർ എന്ന നിലയിൽ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് KSRTC സർക്കാർ സ്ഥാപനങ്ങൾ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തൊരു പ്രത്യേകത, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യമുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വിജയകരമായി നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ സംസ്ഥാനത്തെ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ബസ്സുകളാണ് ധാരാളം ഓടുന്നത്. ഇപ്പൊ നമ്മൾ തമിഴ്നാടിനെ തന്നെ എടുത്താൽ അവിടെ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 78 രൂപ 81 പൈസ 1 കിലോമീറ്ററിന് അവിടെ ഒരു ബസ് ഓടിക്കാൻ ചെലവ് വരുമ്പോ അവിടെ കിട്ടുന്നത് 25 രൂപ 97 പൈസയാണ്. അപ്പൊ 52 രൂപ നഷ്ടം സഹിച്ചാണ് അവിടെ തമിഴ്നാട്ടിൽ സർവീസ് നടത്തുന്നത് അവിടുത്തെ തമിഴ്നാട് സർക്കാർ. ഇപ്പൊ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കേരളത്തിൽ എങ്ങനെയാ വെച്ചാൽ ഇവിടെ ആകെ ഒരു 20% മാത്രമേ ഇപ്പോ ഈ നമ്മുടെ സംസ്ഥാനത്ത് KSRTC സർവീസ് നടത്തുള്ളൂ. ബാക്കി 80% സ്വകാര്യ ബസ്സുകളാണ്. KSRTC സ്വകാര്യ ബസ് കൊണ്ട് ഓടുമ്പോൾ ഒരു റൂട്ടിൽ 2 ബസ് ഓടുമ്പോൾ ഒരു റൂട്ടിൽ ഒരു ബസ്സിന് കുറവും ഒരു ബസ്സിന് ഫ്രീയും മറ്റൊരു ബസ്സിൽ കാശുമായിട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ഈ പണം കുറഞ്ഞ ബസ്സിലാണ് ഫ്രീ ആയിട്ട് ബസ്സുകളിലാണ് ജനം യാത്ര ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ പരിപൂർണമായിട്ടും പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പൊ അങ്ങനെ പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരായുള്ള സ്ത്രീകൾക്ക് ഞങ്ങൾ അവരെ കൊണ്ടുപോകുന്നതിന് ഇപ്പൊ നമ്മുടെ പുതിയ ഡിജിറ്റൽ യുഗത്തില് അതൊക്കെ കണ്ടുപിടിക്കാനൊന്നും വലിയ പ്രയാസമില്ല. അപ്പൊ ബസ്സുകളിൽ കയറുന്ന സ്ത്രീകൾക്ക് 0 ടിക്കറ്റിംഗ്, KSRTCക്കും പറഞ്ഞത് ഈ ബാധ്യത ഒന്നും KSRTC ഏറ്റെടുക്കണ്ട, ഇത് മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുന്നതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടത്. അപ്പൊ ജനങ്ങൾക്ക് ഒരു സേവനം നൽകുക എന്നുള്ള ഒരു താല്പര്യമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ മുന്നിൽ ഉള്ളതെങ്കിൽ ഞങ്ങളും കൂടി ഇപ്പൊ വലിയൊരു വിഭാഗത്തിന് സൗജന്യം കൊടുക്കുന്നില്ല, കുറെ വിഭാഗത്തിന് സൗജന്യം കിട്ടുന്ന സ്ഥിതിയാണ്. ബസ്സുകൾ ഇല്ലാത്തടത്ത് സ്ത്രീകൾക്ക് സൗജന്യം കിട്ടുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് 100% സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള സൗജന്യ യാത്രകൾ ലഭിക്കാവുന്ന തരത്തിൽ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന സ്ത്രീകൾക്ക് കൂടി ഞങ്ങൾ സൗജന്യ യാത്ര അനുവദിക്കാമെന്നും അത്തരം അനുവദിക്കുമ്പോൾ ഞങ്ങൾ കയറുന്ന യാത്രക്കാർക്ക് ഞങ്ങളും 0 ടിക്കറ്റിംഗ് അടിച്ചു നൽകി സർക്കാർ മോണിറ്റർ ചെയ്യട്ടെ. ഞങ്ങളുടെ ടിക്കറ്റ് മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യം സർക്കാർ മോണിറ്റർ ചെയ്ത് ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന സ്ത്രീകൾക്കുണ്ടാവുന്ന ഞങ്ങളുടെ നഷ്ടം സർക്കാർ റീഫണ്ട് ചെയ്ത് നികത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ മുന്നിൽ ഇപ്പോ പറയാൻ പറ്റിയ ഒരു കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് സർക്കാർ കാര്യത്തിൽ എന്തായാലും 2 തരം ഒരിക്കലും യോജിക്കാൻ കഴിയുന്നു. നമ്മുടെ നാട്ടില് സമത്വത്തിന് നടക്കുന്ന നാട്ടില് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തവരാ. ഈ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഇവിടെ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റികളുടെ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾക്ക് നൽകിയ പെർമിറ്റ് ഞങ്ങൾ 50 ലക്ഷം രൂപ മുതലിറക്കി വലിയ ഭീമമായ പലിശയ്ക്ക് പണം ഞങ്ങൾ ഈ മേഖലയിൽ ഇറങ്ങി വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഈ വ്യവസായം നിലനിർത്താൻ ഞങ്ങൾ ഈ നാട്ടില് ഒരു വ്യവസായം നടത്തുന്നവരല്ലേ, ഇൻവെസ്റ്റേഴ്സ് അല്ലേ. ഞങ്ങൾ മന്ത്രി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങള്
ഇവിടെ 5000 കോടി മുതൽ മുടക്കിയവരാ. ഒരു ബസ്സിന് 50 ലക്ഷം രൂപയെ വില. 10000 ബസ്സുകൾ ഓടുന്നുണ്ട്. 5000 കോടി മുതലിറക്കിയവരാണ് ഞങ്ങള്. അപ്പൊ ഈ 5000 കോടി മുതലിറക്കിയ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടി ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടുള്ളതല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് എന്ത് ചെയ്യും? ഞങ്ങൾ ഈ ബസ് കൊണ്ടുപോയി എന്ത് ചെയ്യും? ഇത് ഓടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യതേ. ഞങ്ങളുടെ കിടപ്പാടം അടക്കം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച തൊഴിലാളികളുടെ കാര്യം, അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒന്നും കടന്നു വരാത്തൊരു മേഖലയാണ് സ്വകാര്യ ബസ് മേഖല. അപ്പൊ ഈ അന്യ സംസ്ഥാന തൊഴിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വലിയ തൊഴിൽ സാധ്യത നിലനിൽക്കുന്ന ഏതാണ്ട് 40,000ഓളം ആളുകൾ പ്രത്യക്ഷമായും അതിന്റെ ഇരട്ടിയിലധികം ആളുകൾ പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്ന തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് സ്വകാര്യ ബസ് മേഖല. അപ്പൊ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നഷ്ടം കണക്ക്, ഞാൻ നേരത്തെ തമിഴ്നാട് സർക്കാരിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇതിന് നഷ്ടം കണക്ക് കൂട്ടേണ്ടതില്ല. സംസ്ഥാന സർക്കാർ ഈ ബാധ്യത, ക്ഷേമ പ്രവർത്തനങ്ങളുടെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഞങ്ങളോടും ഞങ്ങളുടെ കാര്യത്തിലും കൂടി ഈ സ്ത്രീകളുടെ സൗജന്യത്തിലും ഞങ്ങൾക്ക് കൂടി ഒരു ആനുകൂല്യ തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, സ്വകാര്യ ബസ്സുകളും സർവീസുകളും ഒക്കെ ഗവൺമെന്റ് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ് സർവീസുകൾ നടത്തണം എന്നുള്ള ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും അത് ഗവൺമെന്റിനെ കൊണ്ട് KSRTC 3000 KSRTC ബസ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന് അത് നടത്താൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. നടത്തലൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. ഞങ്ങൾ ഗവൺമെന്റിന് ഏത് സമയത്തും ഏത് ബസ്സും ഏറ്റെടുക്കാൻ ആവശ്യമായ നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുക്കാം. ഞങ്ങൾ അതല്ല പറയുന്നത്. അങ്ങനെ ഏറ്റെടുത്താൽ ഞങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുള്ള കാര്യം കൂടി ഗവൺമെന്റ് പറയണം. ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ, ഞങ്ങൾ മുതൽ മുടക്കിയവരാണ്, ഞങ്ങൾ ഈ നാട്ടിൽ നിയമം കണ്ടു വന്നവരാണ്. അങ്ങനെ സുപ്രഭാതത്തിൽ സർക്കാർ അങ്ങനെ ഏറ്റെടുത്താൽ അതൊക്കെ ബുദ്ധിമുട്ടില്ലേ? പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഞങ്ങൾ നടത്തുന്ന സർവീസുകൾ നടത്താൻ സർക്കാരിന് കഴിയില്ല. നമ്മൾ തെളിയിച്ചതാണല്ലോ. സർക്കാരിന്റെ നഷ്ടം, ഓരോ കൊല്ലത്തെ നഷ്ടവും. നിങ്ങളൊരു ചെറിയ കണക്ക് പറയട്ടെ. കഴിഞ്ഞ ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ പറഞ്ഞത് 12,600 കോടി രൂപ ഈ ഗവൺമെന്റ് KSRTCക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. 12,600 കോടിയെ ഈ ഗവൺമെന്റ് കൊടുത്തു പറഞ്ഞാൽ ഈ ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കുന്നതും ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എന്ന പേരിൽ 25-50% അധികം വാങ്ങുന്ന ബസ്സിന് പോലും ഒരു ദിവസം 13,000 14,000 രൂപ അങ്ങോട്ട് കൊടുക്കേണ്ട സ്ഥിതിയാണ് ഈ ഗവൺമെന്റ് KSRTC നടത്തുമ്പോണ്ടാവുന്നത്. അപ്പൊ KSRTCയെ കൊണ്ട് ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല, ഞങ്ങളുടെ സർവീസിന് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇത് ഏറ്റെടുക്കാനൊന്നും പറയുന്നില്ല. ഞങ്ങൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ ഒരു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ബസ്സിലും സ്ത്രീകളെ സൗജന്യമായി കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാം. അതിന്റെ നഷ്ടം മാത്രം സർവീസൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. സ്ത്രീകൾക്ക് ഞങ്ങൾക്കുണ്ടാവുന്ന നഷ്ടം നികത്താൻ സർക്കാർ അത് കൃത്യം എമൗണ്ട് റീഫണ്ട് ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുപോലെ ഈ ഒരു പദ്ധതി നമുക്കറിയാം, KSRTCയുടെ ഒരു അവസ്ഥ, നിലവിലെ അവസ്ഥ നമുക്കറിയാം. അതുപോലെ ഇപ്പോൾ അനുവദിച്ചു എന്ന് പറയുന്ന കോടികളുടെ കാര്യം നമുക്കറിയാം. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുമെന്നൊരു സംശയം ഇപ്പോഴും പലർക്കും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രിയദർശിനി പദ്ധതി വിജയമായിട്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ, അറ്റ്ലീസ്റ്റ് ഈ ഗവൺമെന്റ് ഇറങ്ങുന്നോടം വരെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ടോ താങ്കൾക്ക്? നമ്മളങ്ങനെ ഈ ഗവൺമെന്റിനെ ചെറുതായി കാണാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഗവൺമെന്റ് അത്തരത്തില് മുഖ്യമന്ത്രിയെ കഴിവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയുടെ കഴിവിനെ കുറിച്ചോ ഒന്നും ഞങ്ങൾ അവർ എന്തെങ്കിലും കാണാതെ ഏറ്റെടുക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ നമ്മുടെ നിലവിലൊരു പരിസ്ഥിതി അനുസരിച്ച് അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം പറയാണ്, ഇവിടെ നമ്മുടെ നാട്ടിലെ സ്വകാര്യ ആശുപത്രികളുണ്ട്, സർക്കാർ ആശുപത്രികളുണ്ട് ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സർക്കാരിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇത് രണ്ടും നടക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് പലരും ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പരമാവധി ജനങ്ങളെ സ്വകാര്യ വിദ്യാർത്ഥികളെ കൊണ്ട് ചേർക്കുന്നത്? എന്താ? അവിടുത്തെ നിലവാരത്തിന്റെ മോശത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഇവിടെ വിദേശ രാജ്യങ്ങൾ വരെ ഇവിടെ ആശുപത്രി തുടങ്ങാൻ ഇവിടെ വരി നിൽക്കുകയാണ് കേട്ടത്. അപ്പൊ ഇവിടെ ഇത്രയധികം സ്വകാര്യ ആശുപത്രികൾ അവരിഷ്ടമായ നിരക്ക് വാങ്ങി ഇവിടെ നടത്തുമ്പോ സർക്കാർ ആശുപത്രിയിലേക്ക് എത്ര ജനം പോകുന്നുണ്ട്? അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ പൊതുഗതാഗതം ഉണ്ടാവും. KSRTC നിന്നൊന്നും പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടാവും. പക്ഷെ സർക്കാർ ആശുപത്രി മാതിരി, അത് വരുന്നത് സർക്കാർ സ്കൂൾ മാതിരി ഇത് അതപ്പതിച്ച് ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് നടത്തിയിരുന്നു. ഞങ്ങൾക്ക് അന്ന് 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബസ്സുകൾ ഇവിടെ ഫാസ്റ്റ് പാസഞ്ചറായിട്ട് ഓടാൻ അനുമതി ഉണ്ടായിരുന്നില്ല. 5 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റണം. പക്ഷെ ഞങ്ങളിൽ നിന്ന് എല്ലാ ഫാസ്റ്റ് പാസഞ്ചറും സർക്കാർ ഏറ്റെടുത്ത് ഞങ്ങൾ ഇനി ഫാസ്റ്റൊക്കെ സർക്കാർ മാത്രം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് അവർ ഏറ്റെടുത്ത് അവർ 5 കൊല്ലം എന്നുള്ളത് 7 കൊല്ലമാക്കി, 7 കൊല്ലം എന്നുള്ളത് 9 കൊല്ലമാക്കി, 9 കൊല്ലം എന്നുള്ളത് ഇപ്പൊ 11 കൊല്ലമാക്കി. ഇപ്പൊ 11 കൊല്ലം പഴക്കമുള്ള ബസ്സുകളാണ് ഫാസ്റ്റ് പാസഞ്ചറായിട്ട് ഓടുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു സർവീസിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ജനങ്ങൾക്ക് ഇവിടെ KSRTC ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ KSRTCയുടെ സ്ഥിതി അത് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലാവില്ല. ഞങ്ങൾ നടത്തുന്ന സേവനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കണം.
ഞങ്ങൾ ഈ നാട്ടിലെ സർക്കാർ പറയുന്ന മുഴുവൻ സാമൂഹ്യ ബാധ്യതകളും നിങ്ങൾക്കറിയോ, ഞങ്ങൾ വിദ്യാർത്ഥികളെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ സ്ഥിതി, ഞങ്ങൾ ഈ സ്വകാര്യ ബസ്സുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ദിവസം സർവീസ് നടത്തിയില്ലെങ്കിൽ ആ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങള് നിങ്ങൾ മനസ്സിലാക്കും എന്നാൽ നിങ്ങൾ മാധ്യമപ്രവർത്തനം നിങ്ങൾക്ക് അറിയുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അങ്ങനെ KSRTC ഏൽപ്പിച്ചെടുത്ത് ഞങ്ങളെ ഒഴിവാക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഗവൺമെന്റ് തന്നേ പറ്റൂ. ഞങ്ങൾക്ക് ഡീസലിന് സബ്സിഡി തരാം. ഇപ്പൊ മണ്ണെണ്ണയ്ക്ക് 50 രൂപ കൊടുത്തിരുന്നത് ഇപ്പൊ അവർക്ക് 75 രൂപയ്ക്ക് അവർ സബ്സിഡി, 70 ഒരു ലിറ്ററിന് 50 രൂപയായിരുന്നു അവർക്ക് സബ്സിഡി. അപ്പൊ അത് 70 രൂപയ്ക്ക് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ പെർമിറ്റുകളൊക്കെ സർക്കാർ തന്നതാണ്. ഞങ്ങൾ എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടെന്ന് സർക്കാരിന് അറിയാം. അപ്പൊ സർക്കാർ ഞങ്ങളുടെ കിലോമീറ്ററിനനുസരിച്ച് ഞങ്ങൾക്ക് സബ്സിഡികളൊക്കെ അവർക്ക് ഡീസലിന് തരാം. ഞങ്ങൾ ഡീസൽ അടിക്കുമ്പോൾ സർക്കാരിന് വലിയ തുക ലഭിക്കുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച മനോഭാവത്തോടെ ഇത് നാട്ടിലെ പൊതുഗതാഗതം സംരക്ഷിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമാണ്. ഞങ്ങളെ പൊതുഗതാഗതം എന്നാണ് മന്ത്രി പോലും വിശേഷിപ്പിച്ചത്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ പൊതുഗതാഗതത്തിൽ നിർണായക സ്വാധീനമുള്ള സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാൻ സർക്കാർ അല്പം സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അത് ഏറ്റെടുത്താൽ മാത്രമേ നമ്മുടെ നാട്ടിലെ പൊതുഗതാഗതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർക്കാർ ആശുപത്രികളും സർക്കാർ സ്കൂളുകളും മാതിരി നമ്മുടെ നാട്ടിലെ പൊതുഗതാഗതം കൂടി അകപ്പതിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുക എന്നുള്ള കാര്യം ഗവൺമെന്റിന് ബോധ്യമുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ നാളെയോ മറ്റന്നാളോ കേട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ അധികം വൈകാതെ മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും കണ്ട് ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ ഒന്നും കൂടി അവതരിപ്പിച്ച് എന്താ അവർക്ക് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം ചോദിക്കാൻ പോവാം. പക്ഷെ അതിന് മുമ്പൊക്കെ അടുത്ത ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ 30-ാം തീയതി വരെ ഞങ്ങൾ ടാക്സ് അടച്ചിട്ടുള്ളത്. ഈ 30-ാം തീയതി വരെ എത്ര ബസ്സുകൾക്ക് ഓടാൻ കഴിയുന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങളുടെ കുറെ ബസ്സുകൾ ഓടും, കുറെ ബസ്സുകൾ ഓടാതെ വരും. ഇത് ഞങ്ങൾ നേരത്തെ ഉദ്ദേശിച്ച മറ്റേ തെക്കൻ മേഖലയിലും മാത്രമല്ല മലബാർ മേഖലയിലും ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണക്ക് കൂട്ടിയൊരു തീരുമാനം ഉണ്ടാക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശ്രീ ഗോപിനാഥൻ, ഞാൻ താങ്കളുടെ ഒരു കമ്പാരിസൺ, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും താങ്കളൊന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ആ ഒരു കമ്പാരിസൺ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, KSRTCയും പ്രൈവറ്റ് ബസ്സുകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ സൗകര്യങ്ങൾ കൂടുതൽ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സേവനം ഉപേക്ഷിച്ച ജനങ്ങൾ പ്രൈവറ്റ് ബസ്സിലേക്ക് തിരികെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ സൗജന്യമായിട്ടുള്ള ചികിത്സകളും അല്ലെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള നിരക്കിലുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ആളുകൾ പോകുന്ന ഒരു പ്രവണത താങ്കൾ സൂചിപ്പിച്ചു. അതേ ഒരു സാഹചര്യം ഇവിടെ ഈ ഒരു പ്രശ്നത്തിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലേ? അതുമായി ഈ ഹോസ്പിറ്റലും തുടങ്ങണമാരും അല്ലെങ്കിൽ ഈ സ്കൂൾ തുടങ്ങുമാരും ഒന്നും ബസ്സുകൾ തുടങ്ങാൻ കഴിയില്ല, സർക്കാരിന്റെ പെർമിറ്റ് അല്ലേ. അപ്പൊ അതിന് ഓടുമ്പോൾ ഞങ്ങളിപ്പോ ഇവിടെ AC ബസ്സുകൾ ഞങ്ങൾ ഇവിടെ ഇറക്കിയിരുന്നു. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഞങ്ങളിവിടെ AC ബസ്സുകൾ ഓടിയപ്പോ നിയമം മൂലം നിരോധിക്കേണ്ട AC ബസ്സുകൾ ഓടിക്കാൻ ഞങ്ങളെ അനുവദിച്ചില്ല. AC ബസ്സുകൾ ഓടിക്കാൻ പോലും സർക്കാർ അനുവദിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, സ്വകാര്യ മേഖലയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ, ഞാൻ 140 കിലോമീറ്ററിലധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ സർക്കാർ പുതുക്കി തന്നില്ല. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ കോടതി വിധി അനുസരിച്ച് ഞങ്ങൾക്ക് കുറച്ച് ബസ്സുകൾ പുതുക്കി തന്നതിന്റെ പെർമിറ്റിന്റെ ഒപ്പം തന്നെ KSRTC അതേ സമയത്ത് ടേക്ക് ഓവർ എന്നുള്ള പേരിൽ ഒപ്പം ഓടിക്കൊണ്ടിരിക്കുക. അത്തരത്തിലും മത്സരങ്ങൾ വന്നത് റോഡില് നമ്മൾ ആശുപത്രികളും അതുപോലെ തന്നെ സ്കൂളുകളും മാതിരി റോഡിൽ മത്സരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അത് രണ്ട് എൻറ്റിറ്റി അല്ലേ. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു കമ്പാരിസൺ വേണ്ട. ഞാൻ ഇതിന്റെ ആത്യന്തികമായിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ KSRTC ഞങ്ങൾ ഇല്ലാതെ പോകും. ഞങ്ങൾക്ക് ഇതിൽ അങ്ങനെ പിന്നെ ഞങ്ങൾ വേറെ പ്രത്യേകത അറിയോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സേവനങ്ങൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരമില്ല. സ്വകാര്യ ആശുപത്രികൾക്ക് അവരുടെ സേവനങ്ങൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. അവരാണ് നിശ്ചയിക്കുക എന്താണ് എത്ര ഫീസാണ് വാങ്ങേണ്ടതെന്ന്. സ്കൂളുകൾക്കും അതേമാതിരി തന്നെയാണ്, അവരാണ് ഫീസ് നിശ്ചയിക്കുക. അപ്പൊ അതും നമ്മൾ ബസ്സും കൂടി കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഞാനൊരു ഉണ്ടാകാൻ പോകുന്ന ഒരു കമ്പാരിസൺ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അത് മാത്രം അതായിട്ട് നോക്കി നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എവിടെയും എത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് പൊതുഗതാഗതത്തിന്റെ സ്ഥിതി അതായി മാറും. KSRTC മാത്രമായാൽ അത് അതുമാതിരിയായിട്ട് മാറും എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ അവരോട് മത്സരിക്കാനൊന്നും KSRTC ഒപ്പം മത്സരിച്ച് ഓടാനൊന്നും റോഡിലോ ഒന്നും അതിനുള്ള അവസരങ്ങളോ അതിനുള്ള അത്രയ്ക്ക് അന്തരീക്ഷമോ നമ്മുടെ നാട്ടിലില്ല. മത്സരിച്ച് ഓടാനൊന്നും റോഡിൽ കഴിയില്ല മറ്റു ആശുപത്രികൾ മാതിരി. എന്നാൽ ഞാൻ അത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ ഒരു കാര്യം കൂടെ
സൂചിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകുമെന്ന് തോന്നുന്നു. അതായത് ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് പല പരാതികളും അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളുടെ മേൽ പല ആരോപണങ്ങളും ഉയരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ തൊട്ടടുത്ത് തൃശ്ശൂർ നടന്നൊരു സംഭവമാണ്. സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരു കണ്ടക്ടറുടെ മുന്നിൽ കൈകൂപ്പി യാചിക്കുന്ന ഒരു വീഡിയോ അത് നമ്മൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ പോലും അതുപോലെ ഈ മത്സരയോട്ടം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അതുമല്ല ഈ പ്രൈവറ്റ് ബസ്സുകൾ മറ്റ് വാഹനങ്ങൾക്കുണ്ടാക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ, പ്രൈവറ്റ് ബസ്സുകൾ മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ എന്ന് പറയാൻ കാരണമായെങ്കിൽ പോലും KSRTC ആണെങ്കിൽ മറ്റ് വാഹനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ KSRTCയുടെ ആ ഒരു സൗകര്യത്തിൽ നിന്നും തീർച്ചയായിട്ടും ജനങ്ങൾ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി വരില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാണ്. അപ്പൊ ഈ വിദ്യാർത്ഥികളെ കയറ്റിയില്ല എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ. വിദ്യാർത്ഥികളെ അതൊക്കെ അത്തരം സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിന്റെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ബസ് ഞാൻ ഉദാഹരണം പറയുന്നത്, ഞാൻ പാലക്കാടുകാരനാണ്. പാലക്കാട് നിന്ന് ഒരു വിദ്യാർത്ഥി കോഴിക്കോട്ടേക്ക് പോണ ബസ്സില് നേരത്തെ വന്ന് സീറ്റിൽ കയറിയിരുന്നാൽ ഈ ബസ് ഒലവക്കോടോ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ഈ ബസ് കോഴിക്കോട് ഒരു കാലി പോകേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ കണ്ടക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും, മക്കളെ പോകുമ്പോ കയറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല അത്തരം കണ്ടക്ടർമാർക്ക് വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തിയാൽ അടുത്ത ട്രിപ്പ് ആ ബസ് ഓടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ SFI, KSU, ABVP, MSF ഒക്കെ തുടങ്ങിയ വലിയ ശക്തരായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉള്ള നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ഒരു കണ്ടക്ടർക്ക് വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരിക്കാൻ കഴിയുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഉണ്ടാവാം, ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ KSRTCയിൽ എത്രയോ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എത്രയോ മോശം കണ്ടക്ടർമാരുടെ പെരുമാറ്റത്തെ കുറിച്ചൊക്കെ 2 ദിവസം മുമ്പും ഒരു വാർത്തയുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമല്ലേ. ആളുകൾ, ജനങ്ങൾ, സമൂഹത്തിലുള്ള എല്ലാ മോശമായിട്ട് പ്രവണതകളുള്ള ആളുകളും എല്ലാ മേഖലയിലും ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ അവരൊക്കെ ശിക്ഷിക്കാനുള്ള നടപടി നമ്മുടെ നാട്ടിലുണ്ട്. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഇവിടെ വേറെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇവിടെ നമ്മുടെ റോട്ടിൽ ഓടുന്ന വാഹനങ്ങളിൽ കൃത്യസമയത്ത് ഓടിയെത്തേണ്ട ഒരു വാഹനമാണ് ബസ്സുകൾക്ക് മാത്രമേ ആ നിയമം ഇവിടെ ഉള്ളൂ. ഒരു സ്റ്റോപ്പിൽ ഇത്ര മണിക്ക് പുറപ്പെട്ടാൽ അടുത്ത സ്റ്റോപ്പിൽ ഇത്ര മണിക്ക് എത്തണം എന്നുള്ളൊരു നിയമം നമ്മുടെ നാട്ടിൽ ബസ്സുകൾക്കുണ്ട്. അപ്പൊ ബസ്സുകൾക്ക് റോഡിൽ 50-60 ആളുകളെ വെച്ചാണ് ബസ് ഓടുന്നത്. പലപ്പോഴും വിദ്യാർത്ഥികളുടെ 100. അപ്പോൾ ഈ മത്സരയോട്ടത്തെ കുറിച്ച് നമുക്കൊന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, അതായത് മത്സരയോട്ടം എന്നുള്ള ഒരു പ്രശ്നം വരുന്നത് ഒരേ സമയത്ത് ജസ്റ്റ് മിനിറ്റുകളുടെ, സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നിരവധി ബസ്സുകൾക്ക് പെർമിറ്റ് വരുമ്പോൾ, ഒരേ റൂട്ടിൽ പെർമിറ്റ് വരുമ്പോൾ ഈ ഒരു മത്സരയോട്ടത്തിനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ലേ? അത് ചിലപ്പോൾ പല ഉടമസ്ഥതയിലുള്ള ബസ്സുകളായിരിക്കാം, പല കമ്പനിയുടെ ബസ്സുകളായിരിക്കാം. അപ്പോൾ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഈ ഒരു നിരവധി പെർമിറ്റുകൾ കൊടുക്കുന്ന സാഹചര്യം വരുമ്പോൾ മത്സരയോട്ടം ഉണ്ടാവുകയും അതിനെ തുടർന്ന് നിരവധി ജീവനുകളും നിരവധി അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന, നിരവധി ജീവനുകൾ വഴിയിൽ പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞു, ഈ മത്സരയോട്ടം എന്നൊക്കെ പഴയ വാക്കാണ്. നിങ്ങളത് ഒഴിവാക്കേണ്ട സമയമായി. കാരണം മത്സരവോട്ടം നടക്കാൻ 30,000 ബസ് ഉണ്ടായിരുന്നപ്പോ ചിലപ്പോൾ മത്സരവോട്ടം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ആകെ ഓടുന്ന ബസ് 10,000 ബസ്സാണ്. ആരോട് മത്സരിക്കുന്നു? ഇപ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ, റോഡുകളിൽ ഉണ്ടാകുന്ന വാഹന ബാഹുല്യം മൂലം ഞങ്ങൾക്കുണ്ടാകുന്ന തിരക്ക് വരുമ്പോ അടുത്ത സ്റ്റോപ്പിൽ സമയത്തിനെത്താൻ വേണ്ടി ഞങ്ങൾ അല്പം ചില സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി വേഗതയിൽ ഓടുന്ന പ്രവണതയുണ്ടാവും. 2 ബസ്സുകളുള്ള മത്സരവോട്ടമൊക്കെ വളരെ റയറായിട്ടേ ഉള്ളൂ. ഞാൻ പറയുന്നത് അത്തരം മത്സരവോട്ടങ്ങളും കാര്യവും സ്പീഡ് ഗവർണർ ഉണ്ട്. 60 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ ബസ് പോകാൻ പാടില്ല. പിന്നെ ബസ്സിൽ നമുക്ക് GPS വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബട്ടൺ അമർത്തിയാൽ പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടും. അപ്പൊ പഴയ മാതിരി ബസ്സുകാർക്കൊന്നും അങ്ങനെ തോന്നിവാസം അടിച്ച് ഓടിക്കാനൊന്നും കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല. പിന്നെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ശിക്ഷിക്കാൻ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഞങ്ങൾ പിന്നെ ഒരു ബസ് അങ്ങനെ മത്സരവോട്ട് ഓടി അപകടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉടമസ്ഥനോ ഒരു തൊഴിലാളിയോ തയ്യാറാവോ? ഒരു ബസ്സിലെ ഡ്രൈവർ അവന്റെ ഓപ്പോസിറ്റ് വരുന്ന മോട്ടോർ സൈക്കിളുകാരൻ അല്പം മദ്യപിച്ചിട്ട് പോലും ബസ്സിന് മുമ്പിൽ ഇടിച്ചാൽ ആ ബസ്സിലെ ഡ്രൈവറുടെ, ആ വലിയ ബസ് എന്ന നിലയിൽ, വലിയ വാഹനം എന്ന നിലയിൽ ബസ്സിന്റെ ഡ്രൈവറെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതും അവനെ റിമാൻഡ് ചെയ്യുന്ന കാലഘട്ടമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു തൊഴിലാളി അത്തരത്തിലുള്ള ഡെലിവറേറ്റ് ആയിട്ട് അത്തരത്തിലുള്ള മത്സരയോട്ടങ്ങളൊന്നും പ്രേരിപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ അതിലൊക്കെ പോലീസും മോട്ടോർ വാഹനവും കൃത്യമായിട്ട് നടപടികൾ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് മത്സരവോട്ടം എന്നൊന്നും പറഞ്ഞ് ഇപ്പൊ പറയാനേ പാടില്ല. ആ വാക്ക് നമ്മൾ കളയേണ്ടതാണ്. ബസ്സുകാരുടെ ഇടയിൽ ഇപ്പൊ മത്സരവോട്ടം ഇല്ല എന്നുള്ളതാണ് അങ്ങയോട് എനിക്ക് ദയവ് ചെയ്ത് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കാൻ, ഉടമ നിലയിൽ ഒരു മത്സരവോട്ടത്തിന് പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇപ്പോഴത്തെ തൊഴിലാളികളും അത്തരം മത്സരവോട്ടത്തിനും തയ്യാറാവുന്നവരല്ല എന്നാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത്. ഇനി അത്തരം ഉണ്ടെങ്കിൽ
അവരെ അത് നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും കഴിയട്ടെ, അത്തരം പ്രവണതകൾ അവസാനിപ്പിക്കട്ടെ. നമുക്ക് നാടും നാട്ടുകാരും ഒക്കെ വേണ്ടതാണ്. എന്നാലേ ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ഒരു പ്രതിസന്ധി, ഈ പ്രൈവറ്റ് ബസ്സുകൾക്കുണ്ടാവുന്ന ഈ ഒരു പ്രതിസന്ധി തീർക്കാനായിട്ട് അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണാനായിട്ട് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് നീക്കം നടത്താനാണ് താങ്കളടക്കമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഉടമസ്ഥരുടെ ഒരു നീക്കം? മുഖ്യമന്ത്രിയെ കാണാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? മറ്റേതെങ്കിലും സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാൻ ഉണ്ടോ? എങ്ങനെയാണ് മുന്നോട്ട്? ഞങ്ങള് സംസ്ഥാന സർക്കാർ ഒരു ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ അതിനൊരു സമരവുമായിട്ട് നേരിട്ടാൽ ഈ സമരത്തിന് ജനങ്ങൾ എങ്ങനെ കാണാമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമ്മൾ നല്ല കാര്യത്തിനാണ് സർക്കാർ ചെയ്യുന്നത്, നിങ്ങൾ അതിന് സമരം ചെയ്യുന്നുള്ള പ്രതീതി ഞങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു സമര പ്രഖ്യാപനത്തിന്റെ കാര്യം ഞങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഓടാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ഞങ്ങളുടെ ഇന്ന് 10 എണ്ണം നിന്നു, നാളെ 30 എണ്ണം നിന്നു, മറ്റന്നാൾ 100 എണ്ണം നിന്നു, അതിന് പിറ്റേ ദിവസം 1000 എണ്ണം നിന്നു. അങ്ങനെ സ്ഥിതിയിലേക്ക് വരാതിരിക്കാൻ ഞങ്ങൾ എന്തായാലും ഉടനടി 2-3 ദിവസത്തിനകം മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും നേരിട്ട് കാണും. ഞങ്ങളുടെ വിഷയങ്ങൾ അവരോട് പറയും. അവരോട് പറഞ്ഞ് ഞങ്ങൾ ഈ വെച്ച നിർദ്ദേശം ഉണ്ടല്ലോ, ഞങ്ങൾ എന്തായാലും ഈ സ്ത്രീകളെ ഇനി സൗജന്യ യാത്ര ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ നമ്മുടെ നാട്ടിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങള് സർക്കാരിനെ കണ്ട് ഞങ്ങൾക്ക് കൂടി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡീസലിൽ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സബ്സിഡികൾ തരണം. ഇതിനൊക്കെ പുറമെ ഞങ്ങളുടെ വിലവർദ്ധനവുണ്ടല്ലോ, ഞങ്ങളുടെ യാത്രാ നിരക്കിലുണ്ടായ 2022 നിശ്ചയിച്ചതാ 5ാമത്തെ കൊല്ലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ യാത്രാ നിരക്ക് വർദ്ധിക്കും. ഇവിടെ ഏതിനാ വർദ്ധിക്കാത്തത്? നമ്മുടെ നാട്ടിലെ എല്ലാ മിൽമ പാലിന് പോലും 2-3 തവണ ഈ 4 വർഷത്തിന് വില വർദ്ധിച്ചു. ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം നിലയ്ക്ക് ഞാൻ പറഞ്ഞാണ് കേട്ടോ. പിന്നെ അരി, മറ്റു സാധനങ്ങൾക്ക് എല്ലാത്തിനും വില വർദ്ധിച്ചു. ഇവിടെ പഞ്ചസാരയ്ക്കും ചായപ്പൊടിക്കും വില വർദ്ധിച്ചു. അപ്പൊ തന്നെ ഒരു ചായക്ക് വില കൂട്ടി, പരിപ്പിനും വെളിച്ചെണ്ണയ്ക്കും വില കൂട്ടി, അപ്പൊ ഒരു പരിപ്പോടയ്ക്ക് വില കൂട്ടി. അപ്പൊ എല്ലാ മേഖലകളിലും വില കൂട്ടി. ഒരു ഹോട്ടലിൽ പോയാൽ പോലും ഇപ്പൊ 20-25 രൂപ കൊടുത്ത ചായ പോലും കിട്ടുന്ന സ്ഥിതിയുള്ളൂ. അപ്പൊ ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ യാത്രാ നിരക്കിൽ വർധനം ഉണ്ടാവണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് 15 കൊല്ലം നിശ്ചയിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന സർക്കാർ തീരുമാനിച്ച, അവർ പ്രഖ്യാപിച്ച ഒരു ഗതാഗത വിദഗ്ധനും ഒരു ധനകാര്യ വിദഗ്ധനും ഒരു ജസ്റ്റിസും അടങ്ങുന്ന ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൊടുത്തത് ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ അത് കയ്യിലുണ്ട്. ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച അതിന് ഈ മേഖലയുടെ തകർച്ചയെക്കുറിച്ചും നിലനിർത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഞങ്ങൾ പറയുന്നതല്ല, ഇതിന് സ്റ്റഡി ചെയ്തിട്ടുള്ള കമ്മിറ്റി അംഗങ്ങൾ കൊടുത്ത റിപ്പോർട്ട് അവിടെയുണ്ട്. അപ്പൊ ഈ വ്യവസായം നിലനിർത്താൻ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധന ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞ ഡീസലിന്റെ സെയിൽ ടാക്സ് കുറയ്ക്കലും, അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ത്രീകളുടെ യാത്രയുടെ ഞങ്ങൾക്കുള്ള സീറോ ടിക്കറ്റിംഗ് സംവിധാനം ഉൾപ്പെടെ ബസ് ചാർജ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ മുന്നോട്ട് വന്നാലും മാത്രമേ ഈ വ്യവസായം മുന്നോട്ട് പോകുള്ളൂ. ഞങ്ങൾ 2 ദിവസത്തിനകം മുഖ്യമന്ത്രിയെ കാണും. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. അതിനുശേഷം മാത്രമേ ഞങ്ങളുടെ ഭാവി പരിപാടികളെ കുറിച്ച് തീരുമാനിക്കുള്ളൂ. ഇപ്പൊ ഞങ്ങൾ സമര പ്രഖ്യാപനത്തെ കുറിച്ചൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. ഓക്കെ, ഈ പെട്രോൾ വിലയൊക്കെ കൂടി നിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം. ഇപ്പൊ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ പെട്രോളിന്റെ ഒക്കെ വില, ഡീസലിന്റെ ഒക്കെ വില വല്ലാതെ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും വർഷങ്ങളായിട്ട് നിരക്ക് കൂട്ടാത്ത ഈ സാഹചര്യത്തിൽ നിരക്ക് കൂട്ടണമെന്നൊരു ആവശ്യം വെക്കുകയാണെങ്കിൽ കിലോമീറ്ററിന് എത്ര രൂപ എന്നുള്ളൊരു പ്ലാൻ എന്തെങ്കിലും നിലവിലുണ്ടോ? അല്ല, ഈ ബസ്സില് ആളുകൾ കയറാനുണ്ടായിട്ട് വേണ്ടേ കാശ് വാങ്ങാൻ? ബസ്സിൽ ആള് കയറാൻ 70% സ്ത്രീകൾ ബസ്സിന് അകന്ന് നിൽക്കുക. 70% സ്ത്രീകൾ ബസ്സിൽ അകന്ന് നിൽക്കുക. പിന്നെ കുറെ കുട്ടികളാണ് ഉള്ളത്. അപ്പൊ ഈ ആദ്യം ബസ്സുകളിൽ കയറാൻ ആളുണ്ടാവും, അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് ആള് കയറിയാലേ പണം വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുശേഷമേ ഞങ്ങൾ ആ കാര്യത്തെ കുറിച്ച് ആലോചിക്കുള്ളൂ. ഞങ്ങളിപ്പോ അത്തരത്തിലൊരു തീരുമാനം ഞങ്ങളുടെ ഭാഗത്ത് എടുത്തില്ല. ആദ്യം ബസ്സുകളിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള, അവരെ കയറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയ ശേഷം മാത്രം ഞങ്ങൾ അതിനൊരു മറുപടി പറയാം. തീർച്ചയായിട്ടും വളരെ നന്ദി. ടി ഗോപിനാഥ് ആണ് നമ്മളോടൊപ്പം ചേർന്നത്. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. എന്തായാലും നമുക്ക് സംരംഭങ്ങളും ഇൻവെസ്റ്റേഴ്സിനെയും ഒക്കെ നമ്മുടെ നാടിന് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങളും നമ്മൾ കാണേണ്ടത് തന്നെയാണ്. എന്തായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കട്ടെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്.